നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മങ്കൂട്ടത്തിൽ MLA വോട്ട് ചെയ്യാൻ വേണ്ടി പാലക്കാട് എത്തിയിരുന്നു. ഇനി MLAയുടെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം MLA ഓഫീസിലെത്തി. മാത്രമല്ല ഈ പോകുന്ന മറ്റ് പരിചയമുള്ള വീടുകളിലൊക്കെ കയറി കുശലാന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. ഇനി എങ്ങോട്ടാണ് അദ്ദേഹം പോകുന്നത്? അതായത് അടൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. അടൂരിലെ വീട്ടിലെ പോലീസ് ആ ഒരു വഴിയിലേക്കുള്ള ബാരിക്കേഡ് അടക്കം ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വീട്ടിലേക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷ വീടിന് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടൂരിലെ കഴിഞ്ഞ ദിവസം രാത്രി MLA ഓഫീസിൽ നിന്നും ഇറങ്ങി അടൂരിലെ വീട്ടിലേക്ക് പോകാനായിരുന്നു രാഹുലിന്റെ തീരുമാനം. പക്ഷേ മാധ്യമങ്ങൾ പിന്തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടാകാം അദ്ദേഹം റൂട്ട് മാറ്റുകയുണ്ടായി. പാലക്കാട് തന്നെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈക്കോടതിയുടെ നിലപാട് കേസിൽ നിർണായകമാണ്. ഹൈക്കോടതിയുടെ നിലപാട് അറിഞ്ഞ ശേഷമാകും രാഹുൽ മങ്കൂട്ടത്തിൽ അടുത്ത നീക്കത്തെക്കുറിച്ച് ഉള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടാവുക. എന്തായാലും നിലവിൽ പാലക്കാട് തന്നെ MLA ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടൂരിലെ വീട്ടിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. വീട്ടിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നാടകീയമായ നീക്കങ്ങളാണ് രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. നമ്മൾ കണ്ടതാണ്. വോട്ട് ചെയ്യാൻ എത്തുന്നു, വോട്ട് ചെയ്യുന്നു, അതിനുശേഷം ചായക്കടയിൽ ചായ കുടിക്കുന്നു, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല, കോടതിയിലുള്ള കാര്യമാണ് എന്ന് മാത്രം മറുപടിയിൽ ഒതുക്കുന്നു. അതിനുശേഷമാണ് MLA ഓഫീസിലേക്ക് പോകുന്നത്. MLA ഓഫീസിലെത്തുന്നു. അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നു എന്ന തരത്തിൽ തോന്നിപ്പിച്ചു. പക്ഷെ പിന്നീട് റൂട്ട് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ഈ MLA താമസിക്കുന്ന പാലക്കാട് ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിലും MLA ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ചത് ഇപ്രകാരമാണ്. MLA ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന അടൂരിലെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഹൈവേയിലേക്ക് കയറിയതാണ്. പക്ഷേ മാധ്യമങ്ങൾ പിന്തുടരുന്നു എന്ന് കണ്ടപ്പോൾ റൂട്ട് മാറ്റി വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലേക്ക് പോയി അവിടെ കുറച്ച് സമയം ചിലവഴിക്കുന്നു. പിന്നീട് ടൗണിലേക്ക് വരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം രാത്രി വരെ MLA ഓഫീസിന് മുന്നിൽ രാഹുൽ മങ്കൂട്ടത്തിലെ വണ്ടി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ വണ്ടി അവിടെ നിന്ന് മാറ്റുകയുണ്ടായി എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകുന്ന വിവരം. എന്തായാലും നിലവിൽ ഇപ്പോൾ രാവിലെ ഓഫീസ് പൂട്ടിയിരിക്കുകയാണ്. ഓഫീസ് തുറക്കേണ്ട സമയമാകുമ്പോൾ തുറക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫ്ലാറ്റിലും എത്തിയിട്ടില്ല. മാധ്യമങ്ങൾ എത്തും, അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിൽ പോയിട്ടില്ല. പ്രത്യേകിച്ച് ഫ്ലാറ്റിൽ നിന്ന് ഒഴിയണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ 15 ദിവസമായിട്ട് രാഹുൽ മങ്കൂട്ടത്തിന്റെ വീട്, ഫ്ലാറ്റ് അടക്കമുള്ള MLA ഓഫീസ് അടക്കമുള്ളവ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഫ്ലാറ്റിൽ നിരവധി തവണ പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടാകുന്നു. പോലീസ് നിരന്തരം കയറുന്നു, മാധ്യമങ്ങൾ എത്തുന്നു. അപ്പോൾ മറ്റ് ഫ്ലാറ്റ് നിവാസികൾക്കൊക്കെ ഇത് വലിയൊരു ശല്യം അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടായി മാറുന്നു എന്ന് ഒരു തീരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ അസോസിയേഷൻ ഫ്ലാറ്റ് ഒഴിയണമെന്ന നിർദ്ദേശം രാഹുൽ മങ്കൂട്ടത്തിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെ ഫ്ലാറ്റിലേക്കും പോയില്ല. കാരണം അവിടെ മാധ്യമങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിലേക്ക് രാഹുൽ പോയിട്ടില്ല. നെന്മാറയിലെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഉണ്ടാകുമെന്നാണ് നിലവിലെ നിഗമനം. അടൂരിലെ വീട്ടിലേക്ക് ഇന്ന് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്നാലും വീട്ടിലേക്ക് വരാനുള്ള നീക്കങ്ങൾ രാഹുൽ നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വീട്ടിലെത്താനുള്ള സാധ്യതയുണ്ട്. പോലീസ് ബാരിക്കേഡ് വീടിന് ചുറ്റുമുണ്ട്. പുലർച്ചെ 4 മണിയോടെ ഒരു വാഹനം വീട്ടിലെത്തിയിരുന്നു. അത് രാഹുലിന് വേണ്ട വസ്ത്രങ്ങൾ മറ്റും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ വീട്ടിൽ അമ്മയും സഹോദരി ഭർത്താവുമാണ് ഉള്ളത്. രാഹുലിന്റെ 2 വാഹനങ്ങളും ഇവിടെയില്ല. വീട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു വാഹനം മാത്രമാണ് നിലവിൽ അവിടെ ഉള്ളത്. പുലർച്ചെ ഒരു വാഹനം വീട്ടിലെത്തിയിരുന്നു. രാഹുൽ അല്ല വാഹനത്തിലുണ്ടായിരുന്നത്. അവിടെ അതായത് രാഹുലിന് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളും മറ്റും എടുത്തുകൊണ്ട് പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം പാലക്കാട് ഫ്ലാറ്റ് ഒഴിയണമെന്ന നോട്ടീസ് രാഹുലിന് നൽകിയിരിക്കുകയാണ്. ഈ മാസം 25-നകം ഒഴിയണമെന്നാണ് രാഹുലിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. CCTV ദൃശ്യങ്ങൾ, ഈ ഫ്ലാറ്റിലെ CCTV ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞു എന്ന ഒരു നിഗമനത്തിൽ ഈ ഒരു ഫ്ലാറ്റിലെത്തുന്നു. CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നു. ഇത്തരത്തിൽ പോലീസ് കയറിയിറങ്ങുന്നു, മാധ്യമങ്ങൾ കയറിയിറങ്ങുന്നു, മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. അത് മറ്റ് ഫ്ലാറ്റ് നിവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഫ്ലാറ്റ് ഒഴിയാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അസോസിയേഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ മാസം 25-നകം രാഹുൽ മങ്കൂട്ടത്തിൽ ഫ്ലാറ്റിൽ നിന്ന് ഒഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
എന്തായാലും ഉടൻ തന്നെ ഫ്ളാറ്റ് ഒഴിയാമെന്ന് രാഹുൽ അറിയിച്ചതായാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ വിവിധ തെളിവ് ശേഖരണം, മറ്റു പരിശോധനകളൊക്കെ ഇതിനുവേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ഫ്ളാറ്റിലെത്തിയിരുന്നു. ഇതേ തുടർന്ന് ഫ്ളാറ്റ് വാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അറിയിച്ചുകൊണ്ടാണ് രാഹുൽ നിലവിൽ ഫ്ളാറ്റ് ഒഴിയാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് അസോസിയേഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും 25-ാം തീയതിക്കകം ആ ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങൾ. കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്യാൻ 15-ാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പൊങ്ങിയിരിക്കുകയാണ്. രാഹുൽ വോട്ട് ചെയ്യാൻ എത്തേണ്ട സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ രാവിലെ മുതൽ മാധ്യമപ്രവർത്തകർ കാത്തു നിന്നിരുന്നു. MLA ഓഫീസ് പരിസരത്ത്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിനടുത്തും സ്കൂളിനടുത്തും മഫ്തിയിലും പോലീസ് ഉണ്ടായിരുന്നു. എന്നാൽ 4:45 രാഹുൽ സ്കൂളിന് മുന്നിലേക്ക് MLA ബോർഡ് വെച്ച കാറിലാണ് എത്തിയത്. ബുധനാഴ്ച രാത്രി തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോയെന്നും അവിടെ നിന്ന് ഉച്ചയോടെ പാലക്കാട്ടെത്തി സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് വോട്ട് ചെയ്യാൻ എത്തിയതെന്നും ചില കേന്ദ്രങ്ങൾ അവ്യക്ത സൂചന നൽകിയിരുന്നു. രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്ന് മാധ്യമപ്രവർത്തകർ ഉച്ചയോടെ MLAയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നെങ്കിലും മറുപടി ഉണ്ടായില്ല. രാഹുൽ വോട്ട് ചെയ്തെന്ന അറിയിപ്പാണ് വൈകിട്ട് 6:07 ഗ്രൂപ്പിൽ വന്നത്. വോട്ടെടുപ്പ് നടന്ന സ്കൂളിന്റെ പരിസരത്ത് നിന്ന് 15 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്തെത്താവുന്ന ദൂരത്തിൽ നിന്നാണ് രാഹുൽ എത്തിയതെന്നാണ് നിഗമനം. രാഹുൽ സ്കൂളിന് മുന്നിലെത്തുന്ന സമയത്ത് ബൊക്കെയുമായി ചിലർ കാത്തുനിന്നത് വരവ് ആസൂത്രിതമാണെന്നതിന് തെളിവായി. എന്നാൽ രാഹുൽ ബൊക്കെ സ്വീകരിച്ചില്ല. ആദ്യ കേസിൽ അറസ്റ്റ് പാടില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും രണ്ടാമത്തെ കേസിൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ പാലക്കാട്ടെത്തുമെന്ന വാർത്ത ബുധനാഴ്ച തന്നെ പരന്നത്. വരവിന്റെ സമയം മാത്രമാണ് അറിയാനുണ്ടായിരുന്നത്. വ്യാഴാഴ്ച രാവിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നതോടെ രാവിലെ എത്തുന്നത് കൂടുതൽ ചർച്ചയ്ക്ക് വഴിവെക്കുമെന്ന ധാരണ രാഹുൽ ക്യാമ്പിൽ രൂപപ്പെട്ടു. വോട്ട് ചെയ്ത ശേഷം 4 കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞ് ദേശീയപാത വഴിയാണ് MLA ഓഫീസിലെത്തിയത്. സ്കൂളിൽ നിന്ന് ഓഫീസിലേക്ക് 1 കിലോമീറ്റർ മാത്രമാണുള്ളത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഇക്ബാൽ സ്ഥലത്തുണ്ടായിരുന്നു. രാഹുൽ പാലക്കാട് MLA കൂടെ വരുന്നതിൽ തെറ്റെന്തെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ചിരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ചിരിയോടെയാണ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. പക്ഷേ ഈ ചിരി ആഭ്യന്തര വകുപ്പിന് നേരെയുള്ള പരിഹാസ ചിരി, അല്ലെങ്കിൽ കൊഞ്ഞനം കുത്തിയുള്ള എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ചിരിയാണ് എന്നൊരു വിലയിരുത്തലുകൾ നിലവിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് 15 ദിവസമായിട്ട് പിണറായി പോലീസിന്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിന് ഈ ഇത്രയും ഗുരുതരമായ ആരോപണം നേരിട്ട ഒരു MLA പിടികൂടാൻ സാധിച്ചില്ല എന്നത് അത് പോലീസിന്റെ കനത്ത വീഴ്ചയായിട്ട് തന്നെ കരുതുന്നു. ജാമ്യം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യരുത് നിർദ്ദേശം കോടതി നൽകുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിലെ പിടികൂടാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നത് വലിയൊരു വീഴ്ചയായിട്ടും പരിഹാസം അല്ലെങ്കിൽ ഒരു വിമർശനത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.